ഹലോ ഹായ് എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വളരെ അടിപൊളി ഒരു നാടൻ ട്രഡീഷണൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പടവലങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി തീയലാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ ഒരു വെജിറ്റബിളാണ് ഈ പടവലങ്ങ. വൈറ്റമിൻ എ, ബി, സി അതുപോലെ തന്നെ ധാരാളം ഔഷധ മൂല്യങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വേണ്ടത് പടവലങ്ങയാണ്. ഞാനിവിടെ അരമുറി പടവലങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഏകദേശം അരക്കപ്പോളം തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് എടുക്കാം. പിന്നെ അതിന് മസാലകളായിട്ട് വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് വേണ്ടത്. നമ്മുടെ വാളംപുളിയാണ്. ഏകദേശം ഒരു ചെറിയൊരുള്ള വാളംപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ 1/2 കപ്പ് തേങ്ങയും എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ നമുക്കത് ഒന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങ കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കാം. അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് വറുക്കുന്നതിനായിട്ട് പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് ചുവന്നുള്ളി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് കടുക് വറുത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ പടവലങ്ങ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.